ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ദിവസം സ്പെൻഡ് ചെയ്ത സ്റ്റേറ്റ് ആയിരുന്നു ഹിമാചൽ പ്രദേശ്. അതിന് കാരണം അവിടുത്തെ റോഡുകളാണ്. ഇതാണ് അവിടുത്തെ റോഡുകളുടെ സ്ഥിതി. ഒട്ടുമിക്ക റോഡുകളിൽ ഇങ്ങനെ ലാൻഡ് സ്ലൈഡ്സ് കാണാം. വലിയ കൂറ്റൻ പാറകളെല്ലാം റോഡിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ എപ്പോഴും ഇങ്ങനെ റോഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ യാത്ര സ്ലോ ആവാൻ മെയിൻ റീസൺ. ആക്ച്വലി ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള ചിത്കുൾ എന്ന ഒരു വില്ലേജിലേക്കായിരുന്നു പോയിരുന്നത്. പക്ഷേ ഞങ്ങൾ പോയി ഏകദേശം ഒരു 5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടത്തേക്കുള്ള റോഡെല്ലാം ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ റിട്ടേൺ അടിച്ചു. രാവിലെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ ബാലി ചൗക്കി എന്ന ഒരു വില്ലേജിലായിരുന്നു. വളരെ മനോഹരമായ ഒരു വില്ലേജായിരുന്നു. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ എവിടെയും റൂമൊന്നും എടുത്തില്ലായിരുന്നു, വണ്ടിയിൽ തന്നെ ആയിരുന്നു കിടന്നിരുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രഭാത കൃത്യങ്ങളെല്ലാം ഞങ്ങൾ ഈ ഒരു നദിയിൽ ഇറങ്ങിയിട്ടാണ് ചെയ്തത്. അടിപൊളിയാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയും വേണ്ട, അത്രയും ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഞങ്ങൾ മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. നല്ല അടിപൊളിയാണ് ഇവിടെ ഇറങ്ങി കുളിക്കാനും നമുക്ക് സ്പെൻഡ് ചെയ്യാനൊക്കെ. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നേരിടേണ്ടി വരും. അതൊക്കെ ഓവർകം ചെയ്യാനുള്ളൊരു ഗഡ്സ് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാവണം. അപ്പോൾ ഞങ്ങളെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് അവിടുത്തെ ഒരു ലോക്കൽ സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ അവിടെ കഴിക്കാൻ എന്നിട്ട് നോക്കിയപ്പോൾ അവിടെ നല്ല റൊട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇവരെ റൊട്ടിയാണ്. നല്ല ഫ്രഷ് റൊട്ടി കിട്ടും. അതിൻ്റെ കൂടെ നല്ല ചമ്മന്തിയോ അല്ലെങ്കിൽ ഇവരെ അച്ചാറുണ്ട്. അച്ചാർ അടിപൊളിയാണ് ഇവരെ റൊട്ടിയുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അപ്പം നമുക്ക് പുതിയ അനുഭവങ്ങളായി അടുത്ത വീഡിയോ കാണാം.